ഹലോ, ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഗ്രേസ് ചേച്ചി ഒന്ന് കാണാൻ പോവുകയാണ്. കുറേ ദിവസമായിട്ട് എന്നെ വിളിക്കുന്നു, ഒന്ന് കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞ്. അവരുടെ വീട്ടിലോട്ട് മെയിൻ റോഡിൽ നിന്ന് കുറച്ചങ്ങ് ഇറങ്ങിപ്പോകണം. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലോട്ട് റോഡില്ല എന്നുള്ളതാണ്. പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒരു 1/2 കിലോമീറ്ററോളം നടക്കണം വീട്ടിലോട്ട്. അപ്പോൾ ആ വഴിക്ക് റോഡില്ലെന്ന് ഉള്ളതാണ്. കുറച്ച് നാളായിട്ട് കാല് വയ്യാതെ ഇരിക്കുകയാണ്, ഒന്ന് വീണിട്ട്. അപ്പോൾ ഈ വഴിയൊന്നും കയറി വരാൻ വയ്യ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാനതുകൊണ്ട് ഗ്രേസ് ചേച്ചി ഒന്ന് കാണാൻ പോവുകയാണ്. ഈ റബ്ബറൊക്കെയോ? ആ ഹാ ആ 10-15 മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചായ തന്നു. ഇനി പുതിയ ഭരണസമിതികൾ വന്നതുകൊണ്ട് അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കിയാൽ അറിയാം ഗ്രേസ് ചേച്ചിക്ക് ഒരു നല്ല റോഡ് കിട്ടുമോ, ചെറിയ ഓട്ടോറിക്ഷ വരാനുള്ളത് എങ്കിലും ഒരു റോഡ് കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കാം. എല്ലാവരും ഒന്ന് സഹായിക്കണേ. ശരിക്കും പറഞ്ഞാൽ വിജനമായ സ്ഥലങ്ങളാണ്. ഒറ്റയ്ക്ക് നടന്നു പോകാൻ തന്നെ പേടിയാകും. ഇതൊരു കുറുക്ക് വഴിയാണ്, വീടുകളധികമില്ലാത്ത സ്ഥലമാണ്. ഹലോ, ഞാനിന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഗ്രേസ് ചേച്ചി ഒന്ന് കാണാൻ പോവുകയാണ്. കുറേ ദിവസമായിട്ട് എന്നെ വിളിക്കുന്നു, ഒന്ന് കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞ്. അവരുടെ വീട്ടിലോട്ട് മെയിൻ റോഡിൽ നിന്ന് കുറച്ചങ്ങ് ഇറങ്ങിപ്പോകണം. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലോട്ട് റോഡില്ല എന്നുള്ളതാണ്. പല ശ്രമങ്ങളും നടത്തിയെങ്കിലും ഒരു 1/2 കിലോമീറ്ററോളം നടക്കണം വീട്ടിലോട്ട്. അപ്പോൾ ആ വഴിക്ക് റോഡില്ലെന്ന് ഉള്ളതാണ്. കുറച്ച് നാളായിട്ട് കാല് വയ്യാതെ ഇരിക്കുകയാണ്, ഒന്ന് വീണിട്ട്. അപ്പോൾ ഈ വഴിയൊന്നും കയറി വരാൻ വയ്യ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാനതുകൊണ്ട് ഗ്രേസ് ചേച്ചി ഒന്ന് കാണാൻ പോവുകയാണ്. ഈ റബ്ബറൊക്കെയോ? ആ ഹാ ആ 10-15 മിനിറ്റ് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എനിക്ക് ചായ തന്നു. ഇനി പുതിയ ഭരണസമിതികൾ വന്നതുകൊണ്ട് അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കിയാൽ അറിയാം ഗ്രേസ് ചേച്ചിക്ക് ഒരു നല്ല റോഡ് കിട്ടുമോ, ചെറിയ ഓട്ടോറിക്ഷ വരാനുള്ളത് എങ്കിലും ഒരു റോഡ് കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കാം. എല്ലാവരും ഒന്ന് സഹായിക്കണേ. ശരിക്കും പറഞ്ഞാൽ വിജനമായ സ്ഥലങ്ങളാണ്. ഒറ്റയ്ക്ക് നടന്നു പോകാൻ തന്നെ